വെൽക്കം ടു PSCQ&A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളിൽ ആദ്യത്തെ ഭാഗമാണ് ഇത്. ആദ്യത്തെ ചോദ്യം: ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉത്ഭവിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടം ഭരണഘടനയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര്? ആദ്യ ഇന്ത്യക്കാരൻ MN റോയ് ആണ്. 1934 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന തൻ്റെ പത്രത്തിലൂടെയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി? സ്വരാജ് പാർട്ടി 1934. സ്വരാജ് പാർട്ടി 1934 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം ബോംബെ സമ്മേളനം 1934-35 നടന്ന ബോംബെ സമ്മേളനത്തിലാണ്. അതിൻ്റെ INC അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആറാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യക്കാർക്ക് അവരുടേതായ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാനാണ്. 1945 വേവൽ പ്ലാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. പത്താമത്തെ ക്വസ്റ്റ്യൻ: എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങൾ ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. പുസ്തക രൂപത്തിൽ തയ്യാറാക്കാത്ത ഒരു രേഖ എന്നതാണ് എഴുതപ്പെടാത്ത ഭരണഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ. 11ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായത് ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായത് ക്യാബിനറ്റ് മിഷൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരണമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 292 പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരുമടക്കം 296 പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ സഭയിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഇന്ത്യ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം 15. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിച്ചത് 1946 ഡിസംബർ 9. 18ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 19ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനത്തിലായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 20ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. 22ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാർ ആരെല്ലാം? HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാർ. 23ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാറാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാര്? JB കൃപാലനി. 25ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3. ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായിനി വേലായുധൻ എന്നീ 3 പേരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ. 26ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയത് ആര്? BN റാവു. 27ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയ വ്യക്തി? പ്രേം ബിഹാരി നരൈൻ റൈസദ. 28ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. 29ാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ കവർ പേജ്, ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. 30ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് അഥവാ പാസാക്കിയത് എന്ന്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. പാർട്ട് 2വുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക് യു.